അവൻ കുടുംബജീവിതത്തിൻ്റെ സംരക്ഷകനാണ്. നമ്മുടെ ഭവനങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളുടെ മധ്യസ്ഥനും കാവൽക്കാരനുമാണ് യൗസേപ്പ് പിതാവ്. ഡൊമസ്റ്റിക് വയലൻസിലൂടെ, പ്രത്യേകിച്ച് വെർബൽ അബ്യൂസിലൂടെ, ചിലരെങ്കിലുമൊക്കെ ഫിസിക്കൽ അബ്യൂസിലൂടെ കടന്നു പോകുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മറിയത്തെ, തിരുക്കുടുംബം മുഴുവനെ കാത്ത യൗസേപ്പ് നമ്മളെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും കാക്കാതിരിക്കുമോ? നമ്മൾ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഭാണ്ഡക്കെട്ടിനെ തലയണയാക്കി കർത്താവിൽ ആശ്രയിച്ച് സുഖനിദ്രയിലേക്ക് വീഴാൻ കൃപ കിട്ടിയവനാണ് യൗസേപ്പ്. ഈശോയുടെ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധനാണ് യൗസേപ്പ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് വളരെ കുറച്ച് കാലത്തായിരിക്കും. ഈ വളരെ കുറച്ച് കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം അവർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം, ദൈവപുത്രന് അപ്പനെ മാനിക്കാമെങ്കിൽ, അപ്പനെ അനുസരിക്കാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ എന്താണ് തടസ്സം? എന്തിനാണ് ഇനി മടി? നമ്മുടെ കുടുംബങ്ങൾ യൗസേപ്പിൽ നിന്ന്, ഈശോയിൽ നിന്ന്, മറിയത്തിൽ നിന്ന് ഏറെ പഠിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 25ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ധ്യാന വിഷയമാക്കുന്നത് യൗസേപ്പ് ഗാർഹിക ജീവിതത്തിൻ്റെ മഹത്വം. സെയിൻറ്റ് ജോസഫ് ഇസ് ദ ഗ്ലോറി ഓഫ് ഡൊമസ്റ്റിക് ലൈഫ്. ഗാർഹിക ജീവിതത്തിൻ്റെ, കുടുംബ ജീവിതത്തിൻ്റെ മഹത്വമാണ്, മാതൃകയാണ് യൗസേപ്പ് പിതാവ്. അവൻ കുടുംബജീവിതത്തിൻ്റെ സംരക്ഷകനാണ്. നമ്മുടെ ഭവനങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളുടെ മധ്യസ്ഥനും കാവൽക്കാരനുമാണ് യൗസേപ്പ് പിതാവ്. ഇന്ന് നമ്മൾ ഈ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ വീടുകളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വീടിനെ തന്നെ, ആ ഭവനമുണ്ടല്ലോ, ആ ഇടത്തെ, ആ പരിസരത്തെ ഒക്കെ യൗസേപ്പ് പിതാവിന് സമർപ്പിച്ചാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ടത്. നമ്മുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ പ്രത്യേകം ഓർക്കണം. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു മേഖല, ഡൊമസ്റ്റിക് വയലൻസിലൂടെ, പ്രത്യേകിച്ച് വെർബൽ അബ്യൂസിലൂടെ, ചിലരെങ്കിലുമൊക്കെ ഫിസിക്കൽ അബ്യൂസിലൂടെ കടന്നു പോകുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ മേഖല യൗസേപ്പ് പിതാവിൻ്റെ വലിയ സംരക്ഷണം അനുഭവിക്കട്ടെ, വലിയ സൗഖ്യത്തിൻ്റെ മേഖല ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ആവിലായിലെ അമ്മ ത്രേസ്യ 16ാം നൂറ്റാണ്ടിൽ ഈ കാർമലൈറ്റ് ഓർഡറിൻ്റെ ഫീമെയിൽ ബ്രാഞ്ച്, സ്ത്രീകളുടെ സംഘത്തെ റിഫോം ചെയ്യുന്നൊരു കാലത്ത്, അതിനെ നവീകരിക്കുന്ന കാലത്ത് ആവിലായിലെ അമ്മ ത്രേസ്യ പലയിടങ്ങളിൽ മഠങ്ങൾ സ്ഥാപിച്ചു, കോൺവെൻറ്റ് സ്ഥാപിച്ചു. അപ്പോൾ ഈ കോൺവെൻറ്റുകളെല്ലാം സമർപ്പിക്കപ്പെട്ടത് യൗസേപ്പ് പിതാവിനാണ്. അത്രമേൽ യൗസേപ്പ് പിതാവിനോട് ഭക്തി ഉണ്ടായിരുന്നു ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്ക്. നമുക്കറിയാം, വലിയ വിശുദ്ധയാണ്. ആ കാലത്ത് യൗസേപ്പ് പിതാവിനോട് ഭക്തി ഉണ്ടായിരുന്നു എന്ന് പറയും. മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, സഭയിൽ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി അത്രമേൽ പ്രചാരത്തിലായിട്ടില്ല. സമീപകാലത്താണ് യൗസേപ്പ് പിതാവിൻ്റെ റിവൈവൽ, നമ്മൾ ആ ഡിവോഷൻ വീണ്ടും ഏറ്റെടുക്കുന്നത്. അപ്പം അന്നേ അമ്മ ത്രേസ്യയ്ക്ക് ഭക്തി ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, ഒന്ന്, യൗസേപ്പ് പിതാവിൻ്റെ പ്രാധാന്യം, രണ്ട്, ആവിലായിലെ അമ്മ ത്രേസ്യ എത്രമേൽ ദൈവിക രഹസ്യങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നു എന്നും നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഈ കോൺവെൻറ്റുകളൊക്കെ യൗസേപ്പ് പിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടു. അതുകൂടാതെ അമ്മ ത്രേസ്യ ചെയ്തിരുന്നൊരു കാര്യം, കോൺവെൻറ്റിൻ്റെ അതിരിക്കുന്ന പുരയിടം ഉണ്ടല്ലോ, അതിരിക്കുന്ന പ്ലോട്ട്, അതിൻ്റെ 4 അതിരുകളിലും യൗസേപ്പ് പിതാവിൻ്റെ മെഡലുകൾ ഇട്ടിരുന്നു. അപ്പോൾ അമ്മ ത്രേസ്യ ഏറ്റു പറഞ്ഞിരുന്നത്, അങ്ങനെ വരുമ്പോൾ ഈ ഇടങ്ങളെ യൗസേപ്പ് പിതാവ് പ്രത്യേകം കാവലായിരിക്കും എന്നാണ്. അങ്ങനെ ദൈവത്തിന് പൂർണ്ണമായും തങ്ങളെ തന്നെ സമർപ്പിച്ച് യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടിയാണ് ഈ കാർമലൈറ്റ് ഓർഡർ ഒരു നവീകരണം നടത്തിയത്. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ടല്ലോ, സെയിൻറ്റ് ആൻഡ്രെ. കാനഡയിലെ മോൺട്രിയാലിലെ സെയിൻറ്റ് ജോസഫിൻ്റെ ഒറേറ്ററി, ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി, സെയിൻറ്റ് ജോസഫിൻ്റെ പേരിലുള്ള പള്ളിയാണ് സെയിൻറ്റ് ജോസഫ് ഒറേറ്ററി, മോൺട്രിയാൽ, കാനഡയിലുള്ളത്. അതിൻ്റെ നിർമ്മാണത്തിന് മുമ്പ് ഈ സെയിൻറ്റ് ആൻഡ്രെ എന്ന വലിയ യൗസേപ്പ് ഭക്തൻ, അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു യൗസേപ്പ് പിതാവിന് വേണ്ടി ഒരു നല്ല ദേവാലയം കർത്താവിൻ്റെ ആലയമാണ്, അത് യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ പണിയപ്പെടണം. അപ്പം അതിന് നല്ലൊന്നാന്തരം ഒരു സ്ഥലം
പെർഫെക്റ്റ് ലൊക്കേഷൻ സെയിൻറ്റ് ആൻഡ്രേ കണ്ടെത്തി. അതാണ് ഇപ്പോൾ അതിരിക്കുന്ന സ്ഥലം. അത് നിങ്ങൾ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, കാനഡയിലിരുന്നത് കേൾക്കുന്നവർക്കറിയാം. അതൊരു കുന്നിൻ്റെ മുകളിലാണ്, സുന്ദരമാണ്. ഒരു പക്ഷേ മോൺട്രിയാൽ സിറ്റിയുടെ ഏറ്റവും ടോപ്പിലുള്ളത് ഇതാണ്. അതിനുശേഷം പിന്നെ ബിൽഡിങ്ങുകളൊക്കെ വന്നെങ്കിലും എലവേറ്റഡ് പാർട്ട് ഇതാണ്. അപ്പോൾ ഈ സെയിൻറ്റ് ആൻഡ്രേക്ക് ഈ സ്ഥലം വേണം. എന്തിനാ? വേറെ ആവശ്യത്തിനൊന്നുമല്ല, യൗസേപ്പ് പിതാവിന് പള്ളി പണിയണം. അപ്പം എന്ത് ചെയ്തു? ഈ മെഡലുകൾ ഇതിൻ്റെ അതിരുകളിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രാർത്ഥിച്ച്, യൗസേപ്പ് പിതാവേ, ഈ ഇടം നിൻ്റെ മഹത്വത്തിനായി, നിൻ്റെ മാധ്യസ്ഥ്യം തേടി ജനത്തിന് വന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഇടമായിട്ട് മാറ്റണേ. എന്തുപറ്റി? അവസാനം ഹി ഗോട്ട് ഇറ്റ്. ആ സ്ഥലം സെയിൻറ്റ് ആൻഡ്രേക്ക് കിട്ടുന്നു. അവിടെ യൗസേപ്പ് പിതാവിൻ്റെ പള്ളി, ലോകത്തിലെ ഏറ്റവും വലിയ യൗസേപ്പ് പിതാവിൻ്റെ പള്ളി അവിടെ പണിയപ്പെടുന്നു. അപ്പോൾ യൗസേപ്പിനെ നമ്മുടെ ഗാർഹിക ഇടങ്ങളിലേക്ക്, അതേ പറഞ്ഞതുപോലെ മഠങ്ങൾ, നമ്മുടെ സന്യാസ ഭവനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മളായിരിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ ഗാർഹിക ഇടങ്ങളിലേക്ക് യൗസേപ്പ് പിതാവിനെ ക്ഷണിക്കണം. കാരണം യൗസേപ്പ് ഒരു കോംബോ പാക്കേജാണ്. യൗസേപ്പ് ഒരിക്കലും ഒറ്റയ്ക്ക് പോകില്ല. യൗസേപ്പ് പോയാൽ കൂടെ മാതാവും ഈശോയും ഉണ്ടാകും. അപ്പോൾ തിരുക്കുടുംബത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ഇടങ്ങളിൽ വെളിപ്പെടും. അതുകൊണ്ട് നമുക്ക് ഡേ ബൈ ഡേ യൗസേപ്പിനുള്ള ഭക്തിയിൽ വളരണം, ആ ഡിവോഷനിൽ. ഞാൻ നിങ്ങൾക്കൊരു നേരത്തെ ഒരു കാര്യം ആവശ്യപ്പെട്ടായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ രൂപം പറ്റുമെങ്കിൽ എല്ലാ വീടുകളിലും ഒരു ചിത്രമോ ഒരു ഐക്കണോ ഒരു രൂപമോ എല്ലാ വീടുകളിലും വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് വെക്കണം. ഇനിയും മടിക്കരുത്, ഇനിയും കാത്തിരിക്കരുത്. തൊഴിലിടങ്ങളിൽ അത് വെക്കണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസിൽ എനിക്ക് കുറച്ച് പേരൊക്കെ ഫോട്ടോസ് അയച്ചു തന്നു. ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നിടത്ത് യൗസേപ്പ് പിതാവ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ്. എല്ലാ ദിവസവും യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടുന്ന രീതി കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ യൗസേപ്പ് നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ യാത്രയിലും നമുക്ക് കാവലായിരിക്കും. ഓർക്കണം, ബേത്ലഹേമിലേക്ക് പോയ മറിയത്തിന് കാവലായി കൂടെ ഉണ്ടായിരുന്നത് യൗസേപ്പാണ്. ഈജിപ്തിലേക്ക് പലായനം ചെയ്തപ്പോൾ തിരുക്കുടുംബത്തിന് യാത്രയിൽ കാവലായത് യൗസേപ്പാണ്. മറിയത്തെ, തിരുക്കുടുംബം മുഴുവനെ കാത്ത യൗസേപ്പ് നമ്മളെ, നമ്മുടെ കുഞ്ഞുങ്ങളെയും കാക്കാതിരിക്കുമോ? യാത്രക്കാരുടെ മധ്യസ്ഥനായി ക്രിസ്റ്റഫറിനെയും റഫായേൽ മാലാഖയും ഒക്കെ നമ്മൾ ഏറ്റുപറയുമ്പോഴും ഞാൻ കരുതുന്നു ഇത്ര നന്നായി സംരക്ഷിക്കാൻ യൗസേപ്പിനെ പോലെ നമ്മുടെ യാത്രകളിൽ നമ്മളെ കാക്കാൻ വേറെ ആർക്ക് കഴിയും? അപ്പോൾ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥന വരണം, യാത്രയിൽ യൗസേപ്പ് പിതാവിൻ്റെ സഹായം ചോദിക്കണം. നിദ്രയിലേക്ക് പോകുന്നതിന് മുമ്പ്, ഉറക്കത്തിന് മുമ്പ് യൗസേപ്പ് പിതാവിൻ്റെ സഹായം ചോദിക്കണം. അതെന്തിനാണ് അച്ചു? യൗസേപ്പിനെ പോലെ ഉറങ്ങിയത് വേറെ ആരാണുള്ളത്? ഉറക്കത്തിലും ദൈവസ്വരം കേട്ടവൻ, എല്ലാ പ്രാരാബ്ധങ്ങൾക്കും ഞെരുക്കങ്ങൾക്കും നടുവിലും നമ്മൾ ഉറങ്ങുന്ന യൗസേപ്പ് പിതാവ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഭാണ്ഡക്കെട്ടിനെ തലയണയാക്കി കർത്താവിൽ ആശ്രയിച്ച് സുഖനിദ്രയിലേക്ക് വീഴാൻ കൃപ കിട്ടിയവനാണ് യൗസേപ്പ്. ഒത്തിരി ടെൻഷൻസ് ഓരോ ദിവസവും ഉള്ളപ്പോൾ യൗസേപ്പിൻ്റെ സഹായം ആ ടെൻഷൻസിൻ്റെ നടുക്കും സുഖമായി ഉറങ്ങാൻ നമ്മെ സഹായിക്കും. ഓരോ പുലർച്ചയിലും എഴുന്നേറ്റ് വരുമ്പോൾ യൗസേപ്പ് പിതാവിനോട് മാധ്യസ്ഥ്യം തരണം. ഭാഗ്യപ്പെട്ടമാർ യൗസേപ്പെ എല്ലാ പ്രഭാതങ്ങളിലും ചെല്ലണം. എന്തിനാത്? ഉണരുന്ന ഓരോ ദിവസവും എങ്ങനെ ഏറ്റവും മികവോടെ, ഏറ്റവും വിശ്വസ്തയോടെ ദൈവത്തിരഹിതം നിറവേറ്റാമെന്ന് ആലോചിച്ചെഴുന്നേറ്റ് വന്നവനാണ് യൗസേപ്പ്. യൗസേപ്പിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിരഹിതം നിറവേറപ്പെടാൻ യൗസേപ്പിൻ്റെ മാധ്യസ്ഥ്യം തരണം. സെയിൻറ്റ് ജോസഫിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, സെയിൻറ്റ് ജോസഫ് ഈസ് ദ സെയിൻറ്റ് ഓഫ് ദ ഹിഡൻ ഇയേഴ്സ് ഓഫ് ജീസസ്. സെയിൻറ്റ് ജോസഫ് ഈസ് ദ സെയിൻറ്റ് ഓഫ് ദ ഹിഡൻ ഇയേഴ്സ് ഓഫ് ജീസസ്. ഈശോയുടെ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധനാണ് യൗസേപ്പ്. അത് ശരിക്കും അങ്ങനെയാണല്ലോ. പരസ്യജീവിതത്തിലല്ല നമ്മൾ യൗസേപ്പിനെ കാണുന്നത്. ഈശോയുടെ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധനാണ്. നമ്മുടെയൊക്കെ കുട്ടികൾ 10-20 വർഷമാണ് വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ പരമാവധി ഈശോ 30 വർഷം അപ്പായുടെയും അമ്മയുടെയും കൂടെ ഉണ്ടായിരുന്നു. ആ 30 വർഷം ഈശോയെ പൊന്നുപോലെ സ്നേഹിച്ചവനാണ് യൗസേപ്പ്. ഈശോയുടെ കാലടി യൗസേപ്പിന് തിരിച്ചറിയാൻ പറ്റും. ഈശോ ഒന്ന് തുമ്മിയാൽ, ഒരു ചുമച്ചാൽ അത് യൗസേപ്പിന് ശ്രദ്ധയോടെ മനസ്സിലാക്കാൻ പറ്റും. ഈശോയുടെ ചിരിയുടെ താളം യൗസേപ്പിനറിയാം. ഈശോയുടെ പാട്ടിൻ്റെ മാധുര്യം യൗസേപ്പിനറിയാം. അത്രമേൽ ഈശോയെ പരിപാലിച്ച് സ്നേഹിച്ചവനാണ് യൗസേപ്പ്. അപ്പോൾ ഈ കാലത്ത് യൗസേപ്പ് മരിക്കുന്നു, അല്ലെങ്കിൽ ഇവർ പാർട്ടി ചെയ്യുന്നു, ഈശോ പരസ്യജീവിതത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ ഈശോയുടെയും യൗസേപ്പിൻ്റെയും ഉള്ളിൽ മുഴുവൻ ഓർമ്മകളാണ്, 3 പേരുടെയും ഉള്ളിൽ. അങ്ങനെ ഓർത്ത് നോക്കിക്കേ, തിരുക്കുടുംബത്തിൽ അവർ ജീവിച്ച ആ കാലത്തിൻ്റെ ഓർമ്മകളാണ് യൗസേപ്പിന് ചങ്ക് നിറയെ. ഈശോയ്ക്ക് അവൻ്റെ പരസ്യജീവിത കാലത്തൊക്കെ ആ ഓർമ്മകളുണ്ട്. മറിയത്തിന് എവിടെ എന്നായിരുന്നാലും ഈ ഓർമ്മകളുണ്ട്. ഗാർഹിക ജീവിതം, നമ്മുടെ കുടുംബങ്ങൾ ഓർമ്മകൾ വിളയുന്ന ഇടങ്ങളാകണമെന്ന്. നമ്മുടെ കുടുംബങ്ങൾ ഓർമ്മകൾ വിളയുന്ന ഇടങ്ങളാകണം. ഈ ഓർമ്മകളാണ്
കുറെ കൂടെ നല്ല മനുഷ്യരായി ജീവിക്കാൻ, നന്മ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സങ്കടം, നമ്മോടൊപ്പം വളരെ കുറച്ച് കാലമേ അവരുണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഓർക്കരുത്, എന്നും എക്കാലവും കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഇടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് വളരെ കുറച്ച് കാലത്തായിരിക്കും. ഈ വളരെ കുറച്ച് കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം അവർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുക, കുഞ്ഞുങ്ങൾക്ക് ഓർത്തെടുക്കാൻ നന്മയുള്ള, വിശുദ്ധിയുടെ ഗന്ധമുള്ള, സ്നേഹത്തിൻ്റെ മണമുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ നമുക്ക് പറ്റണം. അതില്ലാതെ പോകുന്നതാണ് കുഞ്ഞുങ്ങൾ കുടുംബത്തോട്, വീടിനോട് ഇമോഷണലി അറ്റാച്ച്ഡ് അല്ലാതായി പോകുന്നതിൻ്റെ പ്രധാന കാരണം. നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ നല്ല ഓർമ്മകളുടെ ഇടങ്ങളാക്കാൻ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടാം. 11 പിയൂസ് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. ഈശോയും മാതാവും കർത്താവ് യൗസേപ്പിന് നൽകിയ അധികാരത്തെ ആദരിച്ചിരുന്നു. മറിയം യൗസേപ്പിനെ ആദരിച്ചത് എൻ്റെ ജീവിത പങ്കാളിയാണ്. ജീവിത പങ്കാളിക്കടുത്ത എല്ലാ അധികാരവും, എല്ലാ അതോറിറ്റിയും യൗസേപ്പിനുണ്ട്. ഈശോയ്ക്ക് അപ്പായാണ് യൗസേപ്പ്. ദൈവപുത്രനായിരിക്കുമ്പോഴും ദൈവം യൗസേപ്പിന് നൽകിയ അധികാരത്തെ ഈശോ മാനിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളോടും പറഞ്ഞു കൊടുക്കണം. ദൈവപുത്രനായവൻ യൗസേപ്പിനെ അനുസരിച്ചെങ്കിൽ വാട്ട് പ്രിവെൻസ് അവർ ചിൽഡ്രൻ ഫ്രം ഒബേയിങ് അവർ പേരൻസ്? ദൈവപുത്രന് അപ്പനെ മാനിക്കാമെങ്കിൽ, അപ്പനെ അനുസരിക്കാമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ എന്താണ് തടസ്സം? എന്തിനാണ് ഇനി മടി? നമ്മുടെ കുടുംബങ്ങൾ യൗസേപ്പിൽ നിന്ന്, ഈശോയിൽ നിന്ന്, മറിയത്തിൽ നിന്ന് ഏറെ പഠിക്കട്ടെ. തിരുക്കുടുംബം നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയാകട്ടെ. ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. സന്തോഷമുള്ളൊരു കാര്യം, കുറച്ച് പേരൊക്കെ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ലുത്തീനിയ പാടി ഇപ്പോൾ കാണാപ്പാടമായി. ഞങ്ങൾ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി വെച്ചു. എല്ലാ ദിവസവും ലുത്തീനിയ ഒരു തവണയെങ്കിലും കേൾക്കുന്ന ശീലമുള്ള ഒത്തിരി പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ലതാണത്. യൗസേപ്പ് പിതാവാണ് ലുത്തീനിയ. അത് കേവലം അതിൻ്റെ താളം അങ്ങനെ വിചാരിച്ച് പാടാതെ അതിൻ്റെ ഓരോ വരികളും പ്രാർത്ഥിക്കണം, സഹായം ചോദിക്കണം യൗസേപ്പിനോട്. നമുക്കൊരുമിച്ച് പ്രതിഷ്ഠാ ജപം ചൊല്ലി കാഴ്ചവെക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.